ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു പൈനാപ്പിൾ കേസരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഇതാ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞെടുത്ത പൈനാപ്പിളിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി വെക്കാം. ബാക്കി പകുതി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നീട് ഒരു കടായി അടപ്പിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ നെയ്യിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ പൈനാപ്പിളും ചേർത്ത് ഒന്ന് വതക്കി മാറ്റി വെക്കാം. പിന്നീട് അതേ പാനിലോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 3/4 കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വറുത്തെടുക്കാം. റവ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ വതക്കി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ പീസസും അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളവും അരച്ചു വെച്ചിരുന്ന ആ പൈനാപ്പിളിൻ്റെ പേസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലോട്ട് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഗീയും കൂടെ ചേർത്തിട്ട് നമ്മൾ വതക്കി വെച്ചിരുന്ന കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും കമൻസും ഒക്കെ എഴുതണം. താങ്ക് യു.